റോയൽ എൻഫീൽഡ് ആറി ഹണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റൈഡ് സീരീസിലെ എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചെറിയൊരു ട്രിപ്പ് പോകുന്നത് പാത്തമ്പാറ, കുടിയാമല, കട്ടിപ്പുല്ല്, പാലക്കയംതട്ട് ഇതിനെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള ചെറിയ ചെറിയ വഴികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ മലമണ്ട നാട്ടുഭാഷയിൽ പറഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പം ഈ യാത്ര നമുക്ക് ഒരു 10 മിനിറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അത് എൻജോയ് ചെയ്യാം. പൊതുവേ ഞായറാഴ്ചകൾ ഞങ്ങളുടെ ഈ മലയോര മേഖലയിൽ, കണ്ണൂർ ജില്ലയിലെ പ്രത്യേകിച്ച് കുഴിയാമല, ചെമ്പേരി, പയ്യാവൂർ, വൈശഗിരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. രാവിലത്തെ പള്ളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം പള്ളിയുടെ സമയത്ത് പിന്നെ കുറച്ച് തിരക്കുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഉത്സവങ്ങൾ, ആഘോഷങ്ങളൊക്കെ വരണം. പെരുന്നാളുകളൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് ഇതുപോലെ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവും, കുറച്ച് റൈഡേഴ്സൊക്കെ പോകുന്നുണ്ടാവും. അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതായാലും ഞാനൊരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് ഈ യാത്ര ചെയ്ത്. അപ്പോൾ ഉള്ള ചെറിയ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. ഈ യാത്രയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത വഴി പറയാം. ഞാൻ തിരഞ്ഞെടുത്ത വഴി ആലക്കോടിനടുത്ത് ഒറ്റത്തൈ, അവിടെ നിന്നാണ് ഞാൻ യാത്ര തുടങ്ങുന്നത്. ഫെബ്രുവരി മാസമാണെങ്കിലും അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. ഉച്ച സമയത്ത് നല്ല ചൂട് തന്നെയാണ്. ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. എന്നാലും കുഴപ്പമില്ല. അത്ര നമുക്കങ്ങനെ അറിയാൻ പാകത്തിലില്ലെങ്കിലും അത്യാവശ്യം ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്തുമ്പോൾ നല്ല അനുഭവിക്കുന്നുണ്ട്, ചൂട് അനുഭവിക്കുന്നുണ്ട്. വണ്ടി ഓടിച്ചങ്ങ് പോകുമ്പോൾ നമുക്ക് ആ ഒരു ചൂടിൻ്റെ ഫീൽ അത്ര നമുക്ക് കിട്ടുന്നില്ല. എങ്കിലും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഒരു സേഫ്റ്റിയാണ് എപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗ്ലൗസും കാര്യങ്ങളൊക്കെ പരമാവധി ബൈക്ക് ഓടിക്കുമ്പം ഒരു സേഫ്റ്റിയുടെ ഭാഗം കൂടിയിട്ടാണ്, സേഫ്റ്റിയുടെ ഗിയേഴ്സൊക്കെ മാക്സിമം ഇട്ടിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. കുറച്ച് ദൂരം ഓടിച്ച് കഴിഞ്ഞപ്പം, ഒരു 20 കിലോമീറ്ററോളം ഓടിച്ച് കഴിഞ്ഞപ്പം ഞാനൊരു സ്ഥലം കണ്ടു. അവിടെ നിന്നൊരു വ്യൂ പോയിൻ്റ് പോലെ ഉണ്ട്. താഴേക്ക് നോക്കിയാൽ ദൂരെ കുറേ മലകളൊക്കെ കാണാൻ പറ്റും. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. ആക്ച്വലി ഇത് മഴക്കാലത്താണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു നനവൊക്കെ ഉള്ളപ്പം കുറച്ചും കൂടെ ഭംഗിയുണ്ടാകും. ഇപ്പോൾ ഈ വരണ്ട് ഉണങ്ങിയിരിക്കുന്ന സമയത്താവുന്നുണ്ട്. പിന്നെ വെള്ളങ്ങളൊക്കെ പറ്റി, ചെറിയ അരുവികളും തോടുകളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷേ ഈ സ്ഥലങ്ങളിലേക്ക് മഴക്കാലത്ത് വന്നാൽ ഒരു പ്രത്യേക ഫീൽ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. യാത്ര കുറേ മുന്നോട്ട് പോയപ്പോൾ ഞാനൊരു ബോർഡ് കിട്ടും, പാലക്കയംതട്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് കനകക്കുന്ന് എത്താനാകുമ്പം, കുടിയാമല കനകക്കുന്ന് എത്താനാകുമ്പോൾ കണ്ടൊരു ബോർഡായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ബോർഡും കണ്ട ഡയറക്ഷനിലേക്ക് പോയി. ഒരു 3-4 കിലോമീറ്റർ പോയപ്പോഴേക്കും റോഡ് അവസാനിച്ചു. പിന്നെ കാണുന്നത് ഓഫ് റോഡാണ്. പക്ഷേ അവിടെ ജീപ്പ് ഫെസിലിറ്റി ഇട്ടെന്ന് പറഞ്ഞിട്ട് ബോർഡും നമ്പർ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പാലക്കയംതട്ടിൽ പോകാൻ വേണ്ടിയിട്ട്, കാറും ബൈക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല വഴി എന്ന് പറയുന്നത് പുലിക്കുരുമ്പ് കൂടിയിട്ടുള്ള വഴി മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. അങ്ങനെ അടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കനകക്കുന്ന് പള്ളിയുടെ മുന്നിൽ കുറച്ചൊരു ബ്രേക്ക് എടുത്തു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. പള്ളിയുടെ മുന്നിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു. വണ്ടി ഒന്ന് തണുപ്പിച്ചു. കാരണം അത്ര ദൂരം കുന്നൊക്കെ കയറി ഓടി വന്നുകൊണ്ട് വണ്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് എയർ കൂൾഡ് വണ്ടി മാത്രമായതുകൊണ്ട് ഇത്രയും ചൂട് കൂടുതലാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഓയിൽ കൂൾഡ് TVS അപ്പാച്ചി 200 ഒക്കെ ഓടിച്ചപ്പം എനിക്ക് ഇത്രയും ചൂട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ വണ്ടിക്ക് കുറച്ച് ചൂട് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് കുന്നൊക്കെ കയറുമ്പോൾ ഫസ്റ്റ് ഗിയറിനും സെക്കൻഡ് ഗിയറിലൊക്കെ കൂടുതലായിട്ട് കയറേണ്ട ആവശ്യം വരുമ്പം കുറച്ച് ചൂട് കൂടുതലായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വീണ്ടും യാത്ര തുടരുകയാണ് ചെയ്തത്. കുടിയാമല ടൗണിന് കൂടി ആരും ഉണ്ടായിരുന്നില്ല. ടൗണൊക്കെ വിജനമായിരുന്നു. ഒരു ഹോട്ടൽ തന്നെ അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പിന്നെ നിർത്താതെ വീണ്ടും താഴേക്ക് ചെമ്പേരി റൂട്ടിലേക്ക് നേരെ മുന്നോട്ടൊന്നും നോക്കാതെ തന്നെ പോയി. കുടിയാമല നമ്മുടെ മലയോര മേഖലയിലെ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. പൈതൽമല, ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം, പൊട്ടൻവിളവ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ കുടിയാമലയ്ക്ക് അടുത്ത് തന്നെയാണ് ഈ പാലക്കയംതട്ട്, കനകക്കുന്ന്, കട്ടിപ്പുല്ല്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഈ കുടിയാമലയോട് ചേർന്നിട്ട്. പിന്നെ റൈഡേഴ്സിനൊക്കെ പോകാൻ, ബൈക്ക് റൈഡേഴ്സിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലമാണ്. നല്ല തണുപ്പാണ്. കുടിയാമലയിൽ നിന്ന് കുറച്ച് മുകളിലോട്ടൊക്കെ പോകുമ്പോഴേക്കും ഒരുപാട് വലിയ ചൂടെന്ന് പറയുന്നില്ല. പിന്നെ മരങ്ങളുടെ തണലുകളൊക്കെ ഉണ്ട്. നമുക്ക് വണ്ടി ഇടയ്ക്കൊന്ന് പാർക്ക് ചെയ്ത് എവിടെയെങ്കിലും തണലൊക്കെ പാർക്ക് ചെയ്ത് വിശ്രമിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ റൂട്ടിൽ വരുന്നത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ പോകുന്ന വഴിയിൽ ചെറിയ തട്ടുകടകളൊക്കെ നമുക്ക് കാണാം. ഇപ്പം നമുക്ക് വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ എന്തെങ്കിലും കടിയൊക്കെ കടിക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് ആ തട്ടുകടകളൊക്കെ ആശ്രയിക്കാം. പിന്നെ അവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ആളുകളായിട്ട് എനിക്ക് അവരോടൊക്കെ സംസാരിക്കുമ്പം അതും തോന്നിയിട്ടുണ്ട്.
മഴക്കാലത്ത് ഇവിടെ തോടുകളും അരുവികളും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകും. അപകടം പിടിച്ച സ്ഥലം തന്നെയാണ്. കാരണം ഈ തോടുകളൊക്കെ പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തെന്നിക്കിടക്കുന്നതായിരിക്കും. ഇപ്പം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ നമ്മൾ ആ പോകുന്ന വഴിക്ക് തന്നെ ഉണ്ട്, സൈഡിൽ കൂടെ തോട് ഒഴുകുന്നുണ്ട്. പക്ഷേ ഇപ്പം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങോട്ട് ഇറങ്ങേണ്ടതായിട്ട് തോന്നിയില്ല. വെള്ളത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ മഴക്കാലത്തൊക്കെ വന്നാൽ നല്ല ഭംഗിയാണ്. ഇവിടുന്ന് ബാംഗ്ലൂർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 300 കിലോമീറ്ററും 320 കിലോമീറ്ററൊക്കെയാണുള്ളത്. ഒരു 60-70 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കേരള ബോർഡറാണ്. ഇരിട്ടി കഴിഞ്ഞ് കൂട്ടുപുഴയിൽ കേരള ബോർഡറാണ്. പിന്നെ ചുരം കയറി വിരാജ്പേട്ട, കോടിക്കുപ്പ, മൈസൂർ, ശ്രീരംഗപട്ടണം, മാണ്ഡ്യ, രാംനഗര, ചന്നപട്ടണ, കെങ്കേരി, അങ്ങനെ ബാംഗ്ലൂർക്ക് പോകുന്ന റൂട്ടാണ്. അപ്പം ഏതാണ്ട് ഒരു 5-6 മണിക്കൂർ, ബൈക്കിനൊക്കെ ആണെങ്കിൽ 6 മണിക്കൂർ മതിയായിരിക്കും. 6-7 മണിക്കൂർ ബ്രേക്ക് എടുത്ത് പോവുകയാണെങ്കിലും. കാറിനൊക്കെ പോകുന്നൊരു 5 മണിക്കൂർ കൊണ്ട് എത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏതാണ്ട് ഈ റൂട്ടിൽ നിന്ന്, ഇരിട്ടിയിൽ നിന്നൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ, അല്ല പയ്യാവൂരിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ. ഗോപ്രോ അല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഈ വീഡിയോയിൽ എന്തായാലും ഉണ്ടാകും. അതുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ആക്ഷൻ ക്യാമറയാണ്, വാട്ടർ പ്രൂഫ് ക്യാമറയാണ്. എന്നാലും ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള, വലിയ വിലയൊന്നുമില്ല, 3000-നുള്ളിൽ കിട്ടുന്നൊരു ക്യാമറയാണ്. അപ്പോൾ ഒരു ഗോപ്രോ വേണമെന്നുണ്ട്. ഗോപ്രോ വരികയാണെങ്കിൽ വീഡിയോയ്ക്കൊക്കെ കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഇതുകൊണ്ട് കാണാതിരിക്കരുത്. ഗോപ്രോയൊക്കെ വരും. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അതിനൊരു കറക്റ്റായിട്ടുള്ള ആംഗിൾ എടുക്കാനൊന്നും എനിക്കങ്ങനെ വലിയ അറിവും കഴിവൊന്നുമില്ല. പിന്നെ ഉള്ളത് വെച്ചിട്ട് അങ്ങ് ചെയ്യണം. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. അതുകൊണ്ട് വല്ലവരും പുല്ലും ആയുധം പോലെ അങ്ങ് കണക്കാക്കി കയ്യിലുള്ളത് വെച്ചങ്ങ് ചെയ്യണം. നമ്മളൊന്നും ചെയ്യാതിരിക്കേണ്ട. അത് എനിക്കൊരു സന്തോഷം തരുന്ന കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഏതായാലും ഇത് ആസ്വദിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സാധാരണയായിട്ട് ഞാൻ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുമ്പം അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്സൊക്കെ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാനൊന്നും വെക്കുന്നില്ല. എൻ്റെ വോയിസ് മാത്രം. ബാക്കി പുറത്തുള്ള ശബ്ദങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ അതും കേൾക്കട്ടെ എന്നോർത്തു അത് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. അങ്ങനെ വണ്ടി കുറേ നേരം ഓടിയപ്പോഴേക്കും നമ്മൾ ചെമ്പേരി എത്തി. ചെമ്പേരി മലയോര മേഖലയുടെ ഒരു പഴയ കേന്ദ്രമാണ്. ഇപ്പോൾ അവിടെ പള്ളി ബസിലിക്കയായിട്ട് മാറുകയൊക്കെ ചെയ്തു. ചെറിയൊരു അവിടെയാണ് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരിയിലുണ്ട്. അത് ചെമ്പേരിയുടെ ഒരു ഹൈലൈറ്റാണ്. വണ്ടിയിൽ ഇന്ധനം കുറവായിരുന്നു. അപ്പം ഇന്ധനം അടിക്കണമെന്ന് ഓർത്ത് ഇരിക്കുമ്പോൾ ഇന്ധനക്കടകളൊന്നും തുറന്നിട്ടില്ല. ചെമ്പേരിൽ ഇന്ധനക്കട തുറന്നിട്ടില്ല. ഇനിയുള്ളത് ശ്രീകണ്ഠപുരം എത്തേണ്ടി വരുമെന്ന് തോന്നുന്നു ഇന്ധനം അടിക്കണമെങ്കിൽ. ഏതായാലും മുന്നോട്ട് തന്നെ പോകുന്നു. ഈ റോഡിൽ നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാമെങ്കിൽ നമുക്ക് ശല്യമായിട്ട് തീരുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ തെരുവ് നായ്ക്കൾ അവിടെ ഇവിടെയൊക്കെ പെട്ടെന്ന് നമ്മൾ റോഡ് ക്രോസ് ചെയ്യും. നമ്മൾ ഒരുപാട് സ്പീഡിൽ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് കയറ്റം ഇറക്കം വളവൊക്കെയാണ്. നമ്മൾ ഒരുപാട് സ്പീഡിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ചിലപ്പം പെട്ടെന്ന് ഇതിനെ അടിച്ചു പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രമേ ഓടിക്കാവുള്ളൂ. കാരണം വളവ് കണ്ടമാനമുണ്ട്. അപ്പോൾ ഇതുങ്ങളും പെട്ടെന്നായിരിക്കും ചാടുന്നത്. നമുക്ക് ചിലപ്പം പിടിച്ചാൽ കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് കുറച്ച് മഴയൊക്കെ കഴിഞ്ഞ് തെന്നിക്കിടക്കണം, ഒട്ടും കിട്ടണമെന്നില്ല. അപ്പം അത് നമുക്കും വണ്ടിക്കും എതിരെ ചാടുന്ന മൃഗങ്ങൾക്കെല്ലാം അപകടം ഉണ്ട്. കുറച്ച് ശ്രദ്ധിച്ച് ഓടണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഇത്രയും നേരം റൈഡ് ചെയ്തിട്ടും ഏതാണ്ട് 1 മണിക്കൂറോളം ഈ റോഡുകളിലൊക്കെ വന്നിട്ടും അധികം ബസ്സുകളൊന്നും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം ഇന്ന് ബസ്സുകളൊന്നും ചിലതൊക്കെ ട്രിപ്പ് ഒഴിവാക്കുന്നുണ്ടാകും, ആൾ കുറവായതുകൊണ്ട്. എന്തായാലും അധികം ബസ്സുകളൊന്നും ഇന്ന് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് മറ്റേ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യമാണ്. പെട്രോൾ ബ്ലിങ്കായി തുടങ്ങി. ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികളിലൊന്നും അങ്ങനെ ഒരുപാട് എണ്ണ തീർന്നിട്ട് ഓടിക്കരുതെന്നാണ്. എത്രയും പെട്ടെന്ന് തന്നെ പെട്രോൾ ഫില്ല് ചെയ്യണം. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ചെമ്പേരിലെ പമ്പ് തുറന്നില്ല. ഇനിയിപ്പം അടുത്ത പമ്പ് തേടിയിട്ട് പോവാണ്. ഒരു 4 കിലോമീറ്റർ അപ്പുറം ഒരു സ്ഥലത്തൊരു പമ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പെട്രോൾ തീരെ ഇല്ലാതെ പോകുമ്പോൾ നമ്മൾ വലിയ കയറ്റങ്ങളൊക്കെ കയറുമ്പം ഫ്യൂൽ പമ്പിന് നല്ല ലോഡ് വരും. നല്ല ലോഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പമ്പ് കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ പമ്പിന് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പമ്പാണ് ഇലക്ട്രോണിക് ഫ്യൂൽ പമ്പ്. അതുകൊണ്ട് തന്നെ ഒരു വണ്ടിയും, കാറായാലും ബൈക്കായാലും ഒന്നും നമ്മൾ പെട്രോൾ തീരെ ബ്ലിങ്ക് ചെയ്യുന്ന എംടി കണ്ടീഷനിലിട്ടിട്ട് വണ്ടി നമ്മൾ ഓടിക്കരുത്. ഈ വണ്ടിയുടെ മിറർ തനിയെ ലൂസായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും പെർമനൻറ്റ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ മിറർ മാറ്റുകയാണോ ചെയ്യുന്നത്, വേറെ മിറർ വെക്കുകയാണോ ചെയ്യുന്നത്
എന്താണെന്നറിയില്ല. അതാണ് എനിക്ക് ഈ വണ്ടിയിലൊരു പോരായ്മയായിട്ട് തോന്നി. പെട്ടെന്ന് അതിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. അത് ബുദ്ധിമുട്ടാണ്. ബാക്കിലുള്ള വണ്ടികളെ കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തായാലും യാത്ര അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ചെറിയ യാത്ര. ഇന്ധനം അടിച്ചു, ഒരു കോഫി ബാറിൽ നിന്നൊരു കോഫി കുടിച്ചു, കുറച്ച് നേരം ബ്രേക്ക് എടുത്തു, വണ്ടിയുടെ എയർ നോക്കി. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കണം ഇങ്ങനൊരു വീഡിയോ ഒരാൾ ചെയ്യുന്നുണ്ടെന്ന്. നമ്മളെപ്പോലെയുള്ളവർക്ക് വളരാൻ ഇതൊക്കെ ഒരു സാധ്യതകളാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.